ഹേ ഗായ്സ്, ഇന്ന് കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇത്. അപ്പോൾ എങ്ങനെ പരിപാടി തുടങ്ങിയാലോ? വേറൊന്നുമില്ല, ചെറിയൊരു പരിപ്പ് കറി, മുട്ട വറുത്തത്, അച്ചാറും കൂട്ടിയിട്ടാട്ടോ നമ്മളിന്ന് ചോറ് കഴിക്കാൻ പോകുന്നത്. രാവിലെ കോളേജിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കോളേജിൽ പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്കും പരിപ്പൊക്കെ നിറഞ്ഞ് തുളുമ്പി താഴെ പോകാറായിരുന്നു. ഇവിടെ ഉള്ളത് ചെറിയൊരു കുക്കറാണ്, അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിലുള്ള പരിപ്പ് നമ്മുടെ കുക്കറിൽ കൊള്ളാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടാട്ടോ കറി വെക്കുന്നത്. ഇതെങ്ങനെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലത്തെ പരിപ്പ് കറി എന്നല്ല കേട്ടോ, ഇത് ഹോസ്റ്റൽ പിള്ളേരുടെ ചെറിയൊരു തട്ടിക്കൂട്ട് പരിപ്പ് കറിയാണ്. നമ്മുടെ ഇതിൽ സവോള ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പരിപ്പറിയിലോട്ട് കൊച്ചുള്ളിയാണ് അരിഞ്ഞിടുന്നത്. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് പരിപ്പറി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളം കൂടിയോന്ന് ഡൗട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു സ്റ്റൗവിൽ ചോറും ഒരു സ്റ്റൗവിൽ പരിപ്പറായിട്ട് സെറ്റപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കാടമുട്ട കൊണ്ടുവന്നായിരുന്നേ. അപ്പോൾ നമ്മൾ മുട്ട വറുക്കുന്നത് കാടമുട്ട കൊണ്ടാട്ടോ. ഇതിനു മുമ്പ് നമ്മൾ കോളേജ് ഹോസ്റ്റലിലായിരുന്നേ. ഫുഡിൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം നമ്മൾ പുറത്തെ ഹോസ്റ്റലിലോട്ട് മാറാൻ തന്നെ തീരുമാനിച്ചത്. അതുമല്ല, ആ ഹോസ്റ്റലിലാണെങ്കിൽ കെറ്റിൽ പോലും അലൗഡ് അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം. പക്ഷേ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. സമയവും സാഹചര്യവും അതുക്കും മേലെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇനി മുതൽ എൻ്റെ വീഡിയോ എന്താണേലും കണ്ടിന്യൂസ് കാണും. നസ്രി അങ്ങനെ അവിടെ നിന്ന് മുട്ടയൊക്കെ വറക്കുന്നുണ്ട്. ചെറുതായിട്ട് കരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഹോസ്റ്റലല്ലേ. ഇതാണ് നമ്മുടെ ചെറിയ അടുക്കളയുടെ ചെറിയൊരു വ്യൂ. അധികം പാത്രങ്ങളോ സാധനങ്ങളോ ഒന്നും നമ്മുടെ അടുക്കളയിലില്ല. ഇതൊക്കെ നമ്മൾ ഇത്രയൊക്കെ ആക്കിയെടുക്കാൻ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പരിപ്പിന് ചെറുതായിട്ട് വെള്ളം കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്, എന്നാലും സെറ്റപ്പ് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ കടുക് തളിച്ച് നമ്മുടെ പരിപ്പിനെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ പോകാം കേട്ടോ. വെള്ളം കൂടിയെങ്കിലും നമ്മൾ കുറുക്കി എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുട്ട വറുത്തു, പരിപ്പും അച്ചറായിട്ട് കഴിക്കാൻ പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.